May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank the Lord that He has given me another opportunity to stand before you all with the word of the Lord. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയറ്റുന്നു. I know we have a smaller group. Many of our loved ones are traveling. നമ്മളിൽ നിന്ന് അനേകരെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. But may we sit prayerfully that the Lord would speak to us and that He would give us good understanding of the word that we consider today. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനും ദൈവവചനം നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകേണ്ടതിനും വേണ്ടി നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. As we know, several years ago, we published a statement of doctrines and positions for our assembly. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ അസംബ്ലിയുടെ ഉപദേശ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. And over the course of the last couple of years, we spoke on several of these topics from the pulpit. ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ഈ വിഷയങ്ങളിലെ അനേക വിഷയങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സംസാരിക്കുകയുണ്ടായി. The idea behind this exercise is that all of our saints would understand what we believe as an assembly. ഒരു സഭ എന്ന നിലയിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. But not just stop with that, but that we would also understand why we believe what we believe. എന്തൊക്കെയാണ് വിശ്വസിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ നിർത്തുക മാത്രമല്ല, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതും കൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. As you all know, we are a New Testament pattern assembly. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പുതിയ നിയമ മാതൃകയിലുള്ള പുതിയ നിയമപ്രകാരമുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. And as a New Testament pattern assembly, our doctrines and positions don't come from a council or a hierarchy or a catechism or anything like that. ഒരു പുതിയ നിയമ മാതൃകയിലുള്ള സഭയായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും ഉപദേശങ്ങളും പ്രമാണങ്ങളും ഒക്കെ മുകളിൽ നിന്നോ ആധികാരികമായ വേറൊരു ഗ്രൂപ്പിൽ നിന്നോ നമുക്ക് കൈമാറപ്പെട്ട് വരുന്നതല്ല. Our doctrines and position come straight from the word of God. നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ പ്രമാണങ്ങളും എല്ലാം നമുക്ക് വരുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. Not all churches operate this way, and that's why when you consider our church and other New Testament pattern churches, we look and feel a little different than other mainstream churches in our day. നമ്മുടെ ചുറ്റുമുള്ള അനേക സഭകളിലെയും അവസ്ഥ ഇതല്ല. അവരെ പരിചയിച്ചു വരുന്നത് മറ്റൊരു രീതിയിലാണ്. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നേരിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള പരിചയങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അല്പം വ്യത്യസ്തമായിട്ട് തോന്നിയേക്കാം. But our goal increasingly is to be faithful to the word. എന്നാൽ ഇതിലൂടെ എല്ലാം നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവവചനത്തോട് നമ്മൾ പരിപൂർണമായ വിശ്വസ്തത കാണിക്കുക എന്നുള്ളത്. To study, to obey, to practice what the word of God teaches. ദൈവവചനം പഠിക്കുക, അതനുസരിക്കുക, അത് ദൈവവചന പ്രകാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ്. And that is why we make it a point to study the doctrines that are found in the word of God. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുവാൻ സമയം ചെലവഴിക്കുന്നത്. So in the will of the Lord, today as well as next week, we want to consider yet another topic from our doctrinal statements. ദൈവഹിത പ്രകാരം ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മുടെ ഉപദേശ പ്രമാണങ്ങളിൽ നിന്നുള്ള ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് ഒരു പ്രത്യേക ടോപ്പിക് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And it's a topic about headship and head covering. ഈ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും ഈ ടോപ്പിക്കുകളിൽ നിന്ന് പ്രധാനമായിട്ട് ശിരസിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നേതൃത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പരിചയങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. As you know, this is not a topic that's often spoken on. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് നമ്മുടെ സഭകളിൽ സാധാരണ സംസാരിക്കുന്ന ഒരു വിഷയമല്ല. I'm just curious, how many people sitting here have actually heard a full message on the head covering? ശിരസ് മൂടുന്നതിനെ കുറിച്ച് എത്ര പ്രസംഗങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ കേട്ടിട്ടുണ്ട്? പ്രസംഗങ്ങളോ ബൈബിൾ സ്റ്റഡിയോ എന്തെങ്കിലും? See, one hand, a couple hands. How many of you sitting here have heard a full message on the Lord's Supper? തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് പരിപൂർണമായിട്ടുള്ള ഒരു പ്രസംഗം എത്ര പേര് കേട്ടിട്ടുണ്ട്? Many hands. ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. Isn't it interesting that only a couple of us have heard messages on the head covering, yet almost all of us have heard messages on the Lord's Supper, and they both come from the same chapter in the New Testament. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നത് തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ശിരസ് മൂടുന്നതിനെ കുറിച്ചുള്ള അതേ അധ്യായത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിലും
പ്രസംഗങ്ങൾ നമ്മൾ 2-3 പേരെ വെച്ച് ബാക്കി ആരും കേട്ടിട്ടില്ല. So this is the topic that we will consider, and I think this is a topic of great importance. വളരെ പ്രാധാന്യമുള്ള ഈ വിഷയം ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So I'll start by reading what's in our doctrinal statement concerning head covering. ശിരസ് മൂടുന്നതിനെ കുറിച്ച് നമ്മുടെ ഉപദേശ പ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുക. This is what we read in terms of what we find in our doctrinal statements about head covering, and I know it's hard to translate. You can probably summarize at the end. Okay. So this is what it reads. God's order of authority for Christian is stated in Scripture as Christ is the head of every man, and man is the head of a woman, and God is the head of Christ. This is 1 Corinthians 11, chapter 11, verse 3. It also states that while both men and women were created in the image of God, man is the glory of God, but woman is the glory of man. That's 1 Corinthians 11:7. To convey their acceptance of this order, Christian men are to uncover their heads while ministering in the assembly, and women are to cover theirs. That's 1 Corinthians chapter 11, verses 3 to 10. 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആ ഉപദേശങ്ങളുടെ ഒരു സംക്ഷിപ്ത ചിത്രമാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. So what we find in our doctrinal statements is what we are to practice, and that is that we believe when we come together, Christian men are to maintain their head uncovered. നമ്മൾ ഇവിടെ നമ്മുടെ ഉപദേശ പ്രമാണത്തിൽ നമ്മൾ തീരുമാനിച്ച് നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരാധനയ്ക്ക് ഒത്തുകൂടി നമ്മൾ സഭയായിട്ട് വരുമ്പോൾ പുരുഷന്മാര് അവരുടെ ശിരസ് കവർ ചെയ്യാൻ പാടില്ല എന്നതും, and Christian women are to cover theirs. വിശ്വാസികളെ സഹോദരിമാര് അവരുടെ തല മൂടണം, ശിരസ് മൂടണം എന്നുമാണ്. The goal this week and next week is to unpack some of these verses from 1 Corinthians chapter 11. ഈ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്യങ്ങളെ ഒന്ന് വിശദമായിട്ട് പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. What do these verses really mean? ഈ വാക്യങ്ങളുടെ ശരിയായ അർത്ഥം എന്താണ്? And more importantly, why do we believe that this is a practice that is prescribed for the New Testament church? അതിനേക്കാൾ പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമ സഭയ്ക്ക് ബാധകമായിരിക്കുന്നതെന്നും. So I want to start with a roadmap for our sessions both this week and next week. അടുത്ത ആഴ്ചയും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു റോഡ് മാപ്പ് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. These are the topics that we will be considering in the next 2 sessions. അടുത്ത 2 സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A proper study on the head covering must start with a discussion on the glory of God. ഈ ശിരസ് മൂടുന്നതിനെ കുറിച്ച് ആ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നതിന് അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആരംഭിക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് പഠിച്ചുകൊണ്ടാണ്. So today in session 1 we will be starting with a discussion on God's glory and how it relates to the head covering. ദൈവ മഹത്വം എന്താണെന്നും ആ ദൈവമഹത്വം എന്നുള്ള ആ കാര്യവും ശിരസ് മൂടുന്നതുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. Then we will explore a consistent principle that's found in the Bible, and that's the veiling of God's glory. ദൈവത്തിന്റെ മഹത്വം മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ചിന്തിക്കാൻ പോകുന്നത്. Another thing that in the will of the Lord we will consider today is the fundamental teaching of headship. അതായത് ആ തലപ്പത്തിരിക്കുക, ഉയർന്ന തലയായിട്ടിരിക്കുക എന്നുള്ള ആ അവസ്ഥയെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. And through all this we will be considering the role of the head covering. ഇതിലൂടെ എല്ലാം ഈ വിഷയങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും ശിരസ് മൂടുന്നതിനെ കുറിച്ച്, ശിരോവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. In session 2, Lord willing, next week we will do a brief exposition of 1 Corinthians chapter 11 verses 1 through 16. അടുത്ത ആഴ്ച 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. And as we go through that passage, we will try to draw some applications and answer some questions. അത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രായോഗികത എന്താണെന്ന് ചിന്തിക്കുകയും ചെയ്യും. For example, we will look into why, generally speaking, American mainstream churches stopped this practice. ഒന്നാമതായി അതില് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട സഭകളിലെല്ലാം എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ശിരോവസ്ത്രം അണിയുന്നത് നിർത്തി, അത് എങ്ങനെ ആരംഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. We will look into
how the head covering is a ministry to the angels in heaven. ആ ശിരോവസ്ത്രം ധരിക്കുന്നത് സ്വർഗീയ ദൂതന്മാർക്ക് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആയിട്ട് എങ്ങനെ അതിനെ കാണുന്നു എന്ന് ചിന്തിക്കും. And finally, how the head covering is one of the three symbols that's entrusted to the New Testament church to observe when we come together as a congregation. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഈ ശിരോവസ്ത്രം ധരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രമാണങ്ങളുടെയും പരിചയങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തിക്കും. So let's go to our first topic for today, and that's the topic of God's glory. ദൈവമഹത്വം എന്നുള്ള ദൈവത്തിന്റെ മഹത്വം എന്നുള്ള ആ വിഷയത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. What is the glory of God? എന്താണ് ദൈവമഹത്വം എന്ന് പറയുന്നത്? You know, different people have tried to define what the glory of God is. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് നിർവചിക്കുവാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. Here I have a few quotes that I found helpful, so we'll go through a few of them. ഈ ചില വ്യക്തികൾ പറഞ്ഞ അവരുടെ ചില വാക്കുകൾ ഞാൻ ഇവിടെ പറയുന്നതാണ്. ഒരുപക്ഷെ അത് സഹായകരമായേക്കാം. Jonathan Edwards, the great preacher, he defines God's glory as the emanation of his infinite fullness. ദൈവത്തിന്റെ അനന്തമായ പരിപൂർണതയുടെ ഉത്ഭവനമാണ് ദൈവമഹത്വം എന്ന് ജോണത്തൻ എഡ്വേർഡ്സ് പറഞ്ഞിരിക്കുന്നു. It has the idea of this glory flowing from the source that is God. ദൈവമാകുന്ന ആ സ്രോതസ്സിൽ നിന്ന് അനന്തമായ ആ സ്രോതസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒന്നാണ് ദൈവത്തിന്റെ മഹത്വം എന്നാണ് താൻ പറഞ്ഞത്. John Piper defines God's glory as the infinite beauty and greatness of his manifold perfections. ദൈവത്തിന്റെ പരിപൂർണതയുടെ ദൈവത്തിന്റെ അങ്ങേയറ്റമായ അനേക പരിപൂർണതകളിൽ നിന്ന് പുറത്തേക്ക് പ്രകടമായി വരുന്ന ഒരു കാര്യമാണ് ദൈവമഹത്വം എന്ന് ജോൺ പൈപ്പർ പറയുന്നു. And though both these definitions have the idea that God's glory is the sum total of his being. ഈ രണ്ട് നിർവചനങ്ങളുടെ വാക്കുകൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ദൈവമഹത്വം എന്ന് പറയുന്നത് ദൈവം ആരായിരിക്കുന്നു അതിന്റെ ആകത്തുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാര്യമാണ്. It is an expression of all his perfections. ദൈവത്തിന്റെ പരിപൂർണതയെ പുറത്തേക്ക് പ്രകടമാക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ മഹത്വം. And I realize when we use these big words, it's so hard for us to understand this cognitively. ഇത് ബുദ്ധിപരമായിട്ട് ഈ വാക്കുകളൊക്കെ ഇച്ചിരി കട്ടിയുള്ള വാക്കുകളായതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ ഒരു അല്പം വിഷമം ഉണ്ടായിരിക്കാം. This is because God is infinite. He is perfect. And for us to understand what his glory means, it's a little hard for us as finite and imperfect creatures. ദൈവം സർവശക്തനാണ്, ദൈവം അനന്തമാണ്, ദൈവം പരിപൂർണമായ ദൈവമായതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മാനുഷികമായ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. J.B. Nicholson, another person, defines glory as the visible manifestation of the inward nature of God. ദൈവത്തിന്റെ ആന്തരിക സ്വഭാവത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് മറ്റൊരു ദൈവദാസൻ പറയുന്നുണ്ട്. And this takes us to another aspect of God's glory, which is the outshining of God's glory. ദൈവമഹത്വത്തിന്റെ മറ്റൊരു തലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവമഹത്വം എന്ന് പറയുന്നത് ദൈവം ആരായിരിക്കുന്നു ആ വലിയ പ്രഭാവത്തെ, ആ വലിയ വെളിച്ചത്തെ കാണിക്കുന്ന ഒന്നാണ്. And I like that in Malayalam it has two different words. It has mahutvam and has tejasa. So this is the tejasa. ഇത് ദൈവത്തിന്റെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കിന്റെ മലയാളത്തിലെ തേജസ് എന്ന് പറയുന്ന ഒരു പദമാണ് ഇതിന് പരിഭാഷപ്പെടുത്തുവാൻ പറ്റിയത്. We read of God's glory resting upon the mercy seat. ദൈവത്തിന്റെ കൃപാസനത്തിന്മേൽ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം അതിന്റെ മുകളിൽ കുടിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. We read of God's glory filling the temple. നമ്മൾ ദൈവത്തിന്റെ തേജസ്സിനാലും മഹത്വത്താലും ആ സമാഗമന കൂടാരം പരിപൂർണമായിട്ട് നിറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. And all of these represent the visible manifestation of the presence of God. ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രകടമായ ബാഹ്യമായ പ്രകടമായ ഒരു കാര്യമാണ് ദൈവമഹത്വം എന്നത്. In other words, when God was present, there was an outshining, there was a glory that surrounded him. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം എവിടെയൊക്കെ തന്റെ സാന്നിധ്യം അറിയിച്ചോ അവിടെയെല്ലാം അവിടെയുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം ബാഹ്യമായ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിന്റെ മഹത്വം. Finally, I want to give you another definition from a preacher I respect a lot, Brother Mike Atwood. മൈക്ക് ആറ്റ്വുഡ് എന്ന് പറയുന്ന ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. He gives a simple definition, one that is maybe easier for us to follow and understand. വളരെ താൻ പറഞ്ഞ നിർവചനം വളരെ ലളിതമാണ്, നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ അല്പം കൂടെ എളുപ്പമുള്ളതാണ്. He says that glory is something that makes someone or something look good.
ഏതൊരു വ്യക്തിയോ ഏതൊരു കാര്യത്തെയോ ഏറ്റവും മനോഹരമായിട്ട് പുറത്തേക്ക് എന്ത് കാണിക്കുന്നോ അതാണ് മഹത്വം എന്ന് പറയുന്നത്. What does that mean? Let me explain a little എന്താണ് അതിന്റെ അർത്ഥം? bit. Recently I planted a rose bush in my garden. ഞാൻ എൻ്റെ വീട്ടിലെ ഗാർഡനിൽ ഞാനൊരു റോസാ ചെടി നട്ടു. Why do we plant rose bushes or any flower plants in our garden? Is it for the leaves or the thorns? നമ്മൾ ഇതുപോലെയുള്ള പൂക്കളൊക്കെ നടുന്നത് അതിന്റെ മുള്ളിനും അല്ലെങ്കിൽ അതിന്റെ ഇല കാണാൻ നല്ലതാണ്, അതുകൊണ്ടാണോ? Of course not, right? We plant a rose bush so that we can smell the flowers, we can see the flowers, because the flowers are what gives beauty to that plant. റോസാ ചെടി നടുന്നത് മുള്ളിനെയും ഇലയും കാണുവാനല്ല, അതിൽ നിന്ന് വിരിയുന്ന റോസാപ്പൂ അതിന്റെ മനോഹരത്വം കാണുവാനും അതിടയ്ക്കൊന്ന് മണക്കുവാനും അത് കണ്ട് സന്തോഷിക്കുവാനും വേണ്ടിയാണ് നമ്മളത് നടുന്നത്. So we can say that the glory of the rose bush is the rose flower. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, റോസാ ചെടിയുടെ മഹത്വം എന്ന് പറയുന്നത് റോസാ പൂവാണ്. In a similar way, അതുപോലെ തന്നെ the glory of a peacock is the beautiful feathers of a peacock. ഒരു മയിലിന്റെ മഹത്വം എന്ന് പറയുന്നത് അത് പരിപൂർണമായിട്ട് ആ പീലി എല്ലാം വിടർത്തി നിൽക്കുമ്പോഴാണ്. So you get the idea. Glory is that which makes someone or something look good. ഏതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയോ നന്നായിട്ട് ചിത്രീകരിക്കുന്ന ഒന്നാണ് മഹത്വം എന്ന് പറയുന്നത്. So you apply this to God. God's greatness, His perfection, His excellence is what makes God look good. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്ന് അപേക്ഷിച്ച് നോക്കിയാൽ എന്തെല്ലാമാണോ ദൈവത്തിൽ നിന്ന് മനോഹരമായിട്ട് പുറത്തേക്ക് വരുന്നത് അതാണ് ദൈവത്തിന്റെ മഹത്വം. And we can consider this as the glory of God. ഇത് ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളും വിശേഷതകളും എല്ലാം നമ്മൾ കാണുമ്പോൾ ഇത് ദൈവത്തിന്റെ മഹത്വമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So as we consider all these definitions, we understand that there are three main aspects to God's glory. ഈ നിർവചനങ്ങളിലൂടെ എല്ലാം നമ്മളൊന്ന് യാത്ര ചെയ്യുമ്പോൾ ദൈവമഹത്വത്തെ കുറിച്ചുള്ള 3 ഘടകങ്ങൾ കാണുവാൻ കഴിയുന്നു. There is the intrinsic glory of God, that's His inherent excellence and perfection. ദൈവത്തിൽ തന്നെ സഹജമായിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പരിപൂർണതയാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. There is the manifested glory of God, that's the outshining of His presence. ദൈവത്തിന്റെ തേജസ്സും മഹത്വം എന്ന് പറയുന്നത് അത് പ്രകടമായ ഒരു കാര്യമാണ്. And then there is the ascribed glory of God, that's when the creatures ascribe Him glory. മൂന്നാമത് എന്റെ ഘടകം എന്ന് പറയുന്നത് ദൈവമഹത്വം എന്ന് പറയുന്നത് കാരണത്താൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാലും സൃഷ്ടികളാലും അവർ ദൈവത്തിന് നൽകുന്ന ഒന്നാണ് ആ മഹത്വം എന്ന് പറയുന്നത്. So when we come together and sing to God be the glory, great things He has done, that's us ascribing glory to God. ദൈവത്തിന് മഹത്വം നൽകുന്ന പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ അത് ദൈവമേ അവിടുന്ന് ഈ മഹത്വത്തിന് കാരണഭൂതനാണ് എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. Now glory, God's glory in scriptures is a big deal. ദൈവമഹത്വം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവവചനത്തിലെ ഉടനീളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. From the beginning to the end of the book we read about God's glory. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉടനീളം ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. And as we read scriptures, what we find is that everything God does, He does for His glory. ഈ തിരുവെഴുത്തുകളിലൂടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നു, ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. And we are told to do everything that we do to the glory of God. നമ്മോടും പറഞ്ഞിരിക്കുന്ന സന്ദേശം അതാണ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. Let me read a few mentions in the Bible concerning God's glory. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള 3-4 കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. These are just highlights. As you know, there is so much that we can talk about when it comes to God's glory. ദൈവ മഹത്വത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ധാരാളമായിട്ടുണ്ട്, എന്നാൽ വളരെ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. First of all, God created us for His glory. യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് ദൈവം തന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. I'm not reading the verses, they are on the slide so you can follow along. So not only did God create us for His glory, He also rescued Israel from Egypt for His glory. ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം രക്ഷിച്ചതും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. God gave Israel victory in Canaan for His glory. കനാൻ ദേശത്ത് ഇസ്രായേലിന് ദൈവം വിജയം നൽകിയത് തന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. God restored Israel from exile for the glory of His name. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേലിനെ തന്റെ ജനത്തെ ദൈവം അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത്
തന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. God gave his son for us to vindicate his glory. ദൈവത്തിന്റെ നീതിയുടെ മഹത്വത്തെ ഒന്ന് ശരിയായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ പുത്രനെ നമുക്ക് തന്നത്. Jesus is coming again for the glory of God. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. Jesus' ultimate aim for us is that we would enjoy his glory. ദൈവമഹത്വം കാണുവാനും ആ മഹത്വം കണ്ട് ആനന്ദിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം. And finally, everything that happens will work out for God's glory. അവസാനമായിട്ട് ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം ഒരിക്കൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം അവിടെയാണ് അത് ചെന്ന് എത്തുവാൻ പോകുന്നത്. So beloved, as you can see, everything happens for God's glory. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത് സകല കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വവുമായിട്ട് കണക്റ്റഡ് ആണ്. The underlying reason for the creation of the universe, for the existence of man, for the redemption of mankind, everything is God's glory. ഭൂമിയെ സൃഷ്ടിച്ചതും മനുഷ്യനെ രക്ഷിച്ചതും വീണ്ടെടുത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. So you can say that this is one of, if not the most important things for God. അതുകൊണ്ട് നമുക്ക് ഇതിനെ സംഗ്രഹിക്കാം. ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടിയായതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും തന്റെ മഹത്വമാണ്. How important is God's glory to God? ദൈവമഹത്വം ദൈവത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? So important that he is so possessive about it and he will not share his glory with another. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം താൻ ആരുമായിട്ട് പങ്കിടത്തില്ല. അത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട്. In Isaiah 42 and verse 8 we read, I am the Lord, that is my name, and my glory I will not give to another. യെശയ്യാവ് 42:8 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. This is why idolatry is an abomination to God. അതുകൊണ്ടാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നതാണ് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന കാര്യം. Because in idolatry we give the glory that should be God's to another. എന്താണ് അതിന്റെ കാരണം? ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആ മഹത്വം നമ്മൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ ആ മഹത്വം ആ വിഗ്രഹത്തിലേക്ക് വഴിതിരിഞ്ഞു പോവുകയാണ്. And God does not tolerate that. ദൈവം ഒരിക്കലും അത് സഹിക്കുകയില്ല. And God does not tolerate any competing glories in his presence. ദൈവ സന്നിധിയിൽ വരുമ്പോൾ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവമഹത്വവുമായിട്ട് കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു കാര്യത്തെയും ദൈവം സഹിക്കുകയില്ല. And that brings us to the idea of the veiling of God's glory. അങ്ങനെ നമ്മൾ വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ ദൈവമഹത്വം ഒന്ന് മൂടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. We see many examples of this in scriptures. നമ്മൾ തിരുവെഴുത്തുകളിൽ അനേക ഉദാഹരണങ്ങൾ ഇതിനുണ്ട്. Where the glory of God is veiled or covered. ദൈവത്തിന്റെ മഹത്വം ഇതാ മൂടപ്പെട്ടതായിട്ട് ഒരു അപ്രത്യക്ഷമായ നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. First of all, we can consider Exodus chapter 33 where Moses makes a bold request of God. He says, God, show me your glory. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശ വളരെ ധൈര്യത്തോടെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്റെ മഹത്വം കണ്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. God honors his wish. ദൈവം മോശയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു. He says, Moses, you cannot see me and live. The glory will consume you. അപ്പം ദൈവം മോശയോട് പറഞ്ഞു, മോശ, നീ എന്റെ മഹത്വം, എന്റെ തേജസ് കണ്ടുകൊണ്ട് നീ ജീവിക്കില്ല, നീ മരിച്ചു പോകും. But you can see my backside as I pass by. എന്നാൽ ഞാൻ നിന്റെ മുമ്പിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഈ പിൻഭാഗം, സൈഡിൽ നിന്ന് പിൻഭാഗം നിനക്ക് കാണാൻ കഴിയും. So God covers him in the cleft of a rock and he passes by as Moses sees his veiled glory. അത് സാധിക്കുന്നതിന് വേണ്ടി ദൈവം മോശ എടുത്ത് പാറയുടെ ഇടുക്കിൽ നിന്ന് ദൈവം അതിൽ നടന്നു പോകുമ്പോൾ ദൈവം തന്റെ മഹത്വം, ആ മൂടപ്പെട്ടിരിക്കുന്ന ആ മഹത്വം ഒന്ന് മോശ കാണുകയുണ്ട്. So we see the concept of the veiling of God's glory. അതുകൊണ്ടാണ് ഇവിടെയാണ് ദൈവ മഹത്വത്തെ ഒന്ന് മറയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. Next chapter, Exodus 34. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ വരുമ്പോൾ Moses comes down from Mount Sinai after spending time with God. ദൈവവുമായിട്ട് സമയം ചെലവഴിച്ചതിന് ശേഷം സീനായ് മലയിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വരുന്നു. Aaron and the Israelites go to greet him and they are astonished because Moses' face is shining. അഹരോനും കൂടെയുള്ളവരും മോശ എതിരേറ്റ് ചെന്നപ്പോൾ മോശയുടെ മുഖം വളരെയധികം തെളിഞ്ഞ തേജസ്സും പ്രഭാവം കൊണ്ട് നിറഞ്ഞതായിട്ട് കണ്ടു. Moses' face is shining because of the manifest glory of God. He had spent all that time with God. ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുഭവിച്ചതിന്റെ കാരണത്താലാണ്
മോശയുടെ മുഖം ഇതുപോലെ തേജസ്സുള്ളതായിട്ട് അവർ കണ്ടത്. And they had to put a veil on Moses' face to cover that glory. ആ മഹത്വം ഇവർ കണ്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന് മോശയുടെ മുഖത്ത് അവരൊരു ചെറിയ തുണിയിടേണ്ടി വന്നു. Further along in Israel's history, we see the construction of the tabernacle. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ തുറന്നു പഠിക്കുമ്പോൾ അവിടെ സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. The tabernacle has 3 sections. One section in particular was the dwelling place of God. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നതായിരുന്നു ആ 3 ഭാഗങ്ങളിലെ ഒരു ഭാഗം. That is called the Holy of Holies. അതാണ് അതിവിശുദ്ധ സ്ഥലം. And God's manifest glory was there. ദൈവത്തിന്റെ പ്രകടമായ ആ മഹത്വം, ആ തേജസ് ഈ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നു. And there was a veil that separated that glory from the rest of the tabernacle. ആ സമാഗമന കൂടാരത്തിന്റെ ബാക്കി ഭാഗമായിട്ട് മറയ്ക്കപ്പെട്ട നിലയിലായിരുന്നു ഈ അതിവിശുദ്ധ സ്ഥലം. There also we see the idea of God's glory being veiled. അവിടെയും ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെ മറയ്ക്കപ്പെട്ടതായി നമ്മൾ കാണുന്നു. In a very personal sense, we understand that the body of Jesus was spoken of as a veil. നമുക്ക് അറിയാം, മത്തായി സുവിശേഷത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും ഒന്നും മറയ്ക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. That veil covered his glory. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് അത് മറച്ചത്. He was the glorious one. He was God. John says that we beheld his glory. ഞങ്ങൾ അവന്റെ മഹത്വം കണ്ടു എന്ന് യോഹന്നാൻ ആരെക്കുറിച്ച് സംസാരിച്ചോ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം ഇത് മറയ്ക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. And his body veiled that glory. തന്റെ ശരീരം ദൈവത്തിന്റെ മഹത്വം എങ്ങനെയാണോ ഇരിക്കുന്നത്, തന്റെ ശരീരം ആ മഹത്വത്തെ ഒന്ന് മറയ്ക്കുകയാണ് ചെയ്തത്. We know what happened on the Mount of Transfiguration. He pulled back that veil and they saw his glory. മറുരൂപ മലയിലെ കർത്താവായ യേശുക്രിസ്തു ആ മറയ്ക്കപ്പെട്ട ആ മറയൊന്ന് അല്പം നീക്കിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ തേജസ് അവിടെ പ്രകടമായി. So in all these examples we see a consistent principle in the Bible, and that is glory demands veiling. നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ദൈവവചനത്തിലൂടെ പോകുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ദൈവമഹത്വം എന്ന് പറയുന്നത് എപ്പോഴും മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. God's glory is without competition, and in his presence all created glories must be veiled. ദൈവത്തിന്റെ മഹത്വമായിട്ട് ആർക്കും മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവമഹത്വം എപ്പോഴും മറയ്ക്കപ്പെട്ടാണ് ഇരിക്കേണ്ടത്. This is particularly seen in heaven. ഇത് സ്വർഗത്തിലെ ഒരു ചിത്രം ഇത് തന്നെയാണ്. We see this very evidently with the angels. ഇവിടെ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വളരെ കൃത്യമായിട്ട് കാണാം. In scriptures we read about the cherubim and the seraphim. കെരൂബുകളെ കുറിച്ചും സറാഫുകളെ കുറിച്ചും നമ്മൾ വായിക്കുന്നു. These are both angelic beings in heaven. ഇത് ദൂതന്മാരാണ്. We read of the cherubs as the guardian angels. They guard the holiness of God. ദൈവത്തിന്റെ അതിവിശുദ്ധിയെ മറയ്ക്കുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കെരൂബുകളുടെ ഉത്തരവാദിത്വം. They are very high ranking angels who stand in the presence of God. ദൂതന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ഉയർന്ന പദവി അവർക്കാണ്. അവർ ദൈവസന്നിധിയിലാണ് എപ്പോഴും നിൽക്കുന്നത്. We understand from passages like Ezekiel chapter 1 that they have 4 wings. നമ്മൾ എസ്കേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന അവർക്ക് 4 ചിറകുകളാണുള്ളത്. But with 2 of those wings are stretched upwards. 2 ചിറകുകളുടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. But the 2 others are used to cover their bodies. ബാക്കി 2 ചിറകുകൾ കൊണ്ട് അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. Ezekiel chapter 1 and verse 11 if anyone wants a reference. ആർക്കെങ്കിലും അത് തുറന്ന് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എസ്കേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണത്. We also read of the seraphim. നമ്മൾ പിന്നെ സറാഫുകളെ കുറിച്ച് വായിക്കുന്നു. They are seemingly another a group of high-ranking angels. ഇവരും ദൂതഗണത്തിലെ മറ്റൊരു ഗ്രൂപ്പാണ്. We know this passage very well, Isaiah chapter 6. We read that quite often during worship. ആരാധനയിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു ഭാഗമാണ് യെശയ്യാവ് 6-ാം അധ്യായം. And we read that the seraphim have 6 wings. അവിടെ നമ്മൾ വായിക്കുന്ന സറാഫുകൾക്ക് 6 ചിറകുകളുണ്ട്. But only 2 of them are used for flying. 2 കൊണ്ട് മാത്രമാണ് അവർ പറക്കുന്നത്. The remaining 4, what are they doing? ബാക്കി 4 ചിറകുകൾ എന്താണ് ചെയ്യുന്നത്? Covering themselves. അവരെ തന്നെ പരിപൂർണമായിട്ട് മറയ്ക്കുകയാണ്. So the idea, beloved, is this, that angels cover themselves in the presence of God. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഈ ദൂതന്മാർ നിൽക്കുമ്പോൾ
അവർ ദൈവ മഹത്വത്തിന്റെ മുമ്പിൽ നിന്ന് തങ്ങളെ തന്നെ ഈ ചിറകുകൾ കൊണ്ട് മറയ്ക്കുകയാണ്. They cover themselves so that their intrinsic glory will not compete against God's glory. എന്തുകൊണ്ടാണ് അവർ അവരെ തന്നെ മറയ്ക്കുന്നത്? അവരിൽ തന്നെ സഹജമായിരിക്കുന്ന ഒരു പ്രത്യേക തേജസ്സോ മഹത്വവും ഒരിക്കലും ദൈവത്തിന്റെ മഹത്വവുമായിട്ട് ഒരു മത്സരത്തിൽ വരാതിരിക്കാനാണ്. But there was one angel who broke this pattern. എന്നാൽ ഈ പ്രക്രിയ എല്ലാം പരിപൂർണമായിട്ട് തകർത്ത ഒരു ദൂതനുണ്ട്. We read about him in Ezekiel chapter 28 verses 12 through 15. എസെക്കിയേൽ 28 അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൂതനെ കുറിച്ച് വായിക്കുന്നു. That was Lucifer, the son of the morning, or the light bearer. ഇതാ നമുക്കറിയാം, അത് ലൂസിഫർ എന്നാണ് ഈ ദൂതന്റെ പേര്. He is called a covering cherub. എസെക്കിയേൽ 28 അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വിശദമായിട്ട് പറയുന്നു. He is a covering cherub. താൻ ഒരു കെരൂബാണ്, അവിടെ എല്ലാം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കെരൂബാണ്. His beauty is expressed there, and it's beyond words. അവിടെ ലൂസിഫറിന്റെ കുറിച്ച് വളരെ തന്റെ സവിശേഷതകളെ കുറിച്ച് വാക്കുകൾക്ക് അതീതമാണ് അവിടെ കൊടുത്തിരിക്കുന്ന വർണ്ണനം. But what we understand is that he wanted to be like the Most High. എന്നാൽ അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് ഏറ്റവും അത്യുന്നതനായ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ലൂസിഫറിന് താല്പര്യമുണ്ട്. He wanted his glory to compete against the glory of God. ലൂസിഫറിനുണ്ടായ തേജസ്സും മഹത്വവും ദൈവത്തിന്റെ മഹത്വവുമായിട്ട് ഒരു മത്സരത്തിനാണ് ലൂസിഫർ തയ്യാറായത്. And some Bible scholars believe that this covering cherub all of a sudden one day did not cover himself. ചില വേദപണ്ഡിതന്മാർ ഇങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ദിവസം ലൂസിഫർ തൻ ചെറുകുകൾ കൊണ്ട് തന്റെ മഹത്വം ഒന്നും മറയ്ക്കാതെ ആ ചെറുകുകളെല്ലാം മാറ്റി ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. He lifted his wings up so that his beauty will be seen. തന്റെ സവിശേഷതകളും തന്റെ മനോഹരത്വം എന്താണെന്ന് മറ്റുള്ളവർ ദൈവം ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചായിരിക്കും ആ ചെറുകൾ മാറ്റി ദൈവത്തിന്റെ മുമ്പാകെ തന്നെ സമർപ്പിച്ചു. He let his glory compete against the glory of God. ദൈവത്തിന്റെ മഹത്വവുമായിട്ട് തന്റെ മഹത്വവും തന്റെ സവിശേഷതകളും ഒരു മത്സരത്തിന് ലൂസിഫർ തയ്യാറായി. And we know God will not tolerate that. He was cast out from heaven. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ദൈവം തന്റെ മഹത്വം ആരുമായിട്ട് പങ്കുവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആ നിമിഷം തന്നെ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. So beloved, from all these examples we emphatically understand this, that in the presence of God there should be no competing glories. നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം എനിക്ക് വീണ്ടും പ്രധാനമായിട്ട് ആവർത്തിക്കാനുള്ളൊരു കാര്യം, ദൈവസന്നിധിയിൽ വരുമ്പോൾ മറ്റ് യാതൊരു മഹത്വത്തിനും മറ്റ് യാതൊരു തേജസ്സിനും പ്രഭാവത്തിനും അവിടെ സ്ഥാനമില്ല. What does any of this have to do with the head covering? ഇതും ഈ തലയിൽ ഈ തുണി ഇടുന്നതുമായിട്ട് എന്താ ബന്ധം എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുക. Let's read a verse, 1 Corinthians chapter 11 and verse 7. 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ അതിന്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, വായിക്കാം. It says, "For a man indeed ought not to cover his head, since he is the image and," that word, "glory of God. But woman is the glory of man." പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതില്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. Here we are told a very important principle about God's glory as it relates to man and woman. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രകടമാകുന്നതും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Here man is the glory of God. ഇവിടെ എഴുതിയിരിക്കുന്ന പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാണ്. Woman is the glory of man. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാണ്. As we already saw, God will not tolerate any competing glories in his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തില് മറ്റ് യാതൊരു മഹത്വങ്ങൾക്കും സ്ഥാനമില്ല. So when we get together, the only glory that should be seen is God's glory. അതുകൊണ്ട് നമ്മൾ കൂടി വരുന്ന സമയത്തൊക്കെയും പ്രകടമായി നിൽക്കേണ്ടത് ഒരൊറ്റ മഹത്വമാണ്, അത് ദൈവത്തിന്റെ മഹത്വമാണ്. Who is God's glory? ആരാണ് ദൈവത്തിന്റെ മഹത്വം? It's the man. അത് പുരുഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Therefore the man must be uncovered. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പുരുഷൻ മൂടുപടം ഇടരുത്. And in God's presence, man's glory must be covered. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ
Man's glory must be covered. മനുഷ്യന്റെ ആ മഹത്വം എന്ന് പറയുന്നത് അത് മൂടപ്പെട്ടിരിക്കണം. Who is the glory of man? ആരാണ് പുരുഷന്റെ തേജസ്? It's the woman. അത് സ്ത്രീയാണ്. So the woman must cover herself. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ മൂടുപടം ഇടേണ്ടത് ആവശ്യമാണ്. So the head covering then is an ultimate expression of submission to the glory and the authority of God. മൂടുപടം ഇടുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ സർവശക്തിക്കും മുമ്പാകെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. So head covering then, it communicates this important idea. രണ്ട് കാര്യങ്ങളാണ് മൂടുപടം നമ്മെ ഓർപ്പിക്കുന്നത്. One, God's authority must be unchallenged. ദൈവത്തിന്റെ അധികാരത്തെ നമ്മൾ ഒരിക്കലും വെല്ലുവിളിക്കരുത്. God's glory must not be hidden. ദൈവത്തിന്റെ മഹത്വം ഒരു കാരണവശാലും നമ്മൾ മറയ്ക്കുകയും ചെയ്യരുത്. Okay, our time is going, so let's go to the next topic. We will spend the remaining time on the topic of headship. സമയത്തിന്റെ കുറവ് കൊണ്ട് മുമ്പോട്ട് പോട്ടെ. അടുത്തത് ഈ തലയായിട്ടിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. Headship is the idea that God has prescribed an order of authority and submission. ഈ തലയായിട്ടിരിക്കുക എന്നുള്ള അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ദൈവം ചില പ്രത്യേക കൽപ്പനകളും ചില പ്രത്യേക നിയമങ്ങളും പ്രമാണങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. I realize that submission is a taboo word in our society today. നമ്മുടെ ഈ ഇന്നത്തെ സമൂഹത്തിൽ കീഴ്പ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കുഴപ്പം പിടിച്ച ഒരു വാക്കാണ്. But I hope you remember our message from last week. The key to Christian unity is submission. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ക്രിസ്തീയ ഐക്യതയിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് പരസ്പരം കീഴടങ്ങുക എന്നുള്ളത്. We are told to submit one to another. ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. Okay, let's explore this idea of headship. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. In creation we find two different orders. നമ്മൾ സൃഷ്ടി നോക്കുമ്പോൾ രണ്ട് പ്രത്യേക ഓർഡറുകൾ അല്ലെങ്കിൽ രണ്ട് പ്രത്യേക നിയമങ്ങളാണ് കാണുന്നത്. There is the positional order and there is the relationship order. ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നമ്മളെ തന്നെ സ്ഥിരീകരിക്കുന്നുവെന്നും രണ്ടാമത്തേത് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറാണ്. The positional order refers to the hierarchy of creation. സൃഷ്ടിയിൽ ആരാണ് ഏറ്റവും മുകളിലുള്ളത്, അത് കഴിഞ്ഞ് ആര് വരുന്നു, അതിനുശേഷം അങ്ങനെയുള്ള ഒരു ഓർഡറാണ് ആദ്യത്തെ ഓർഡർ കാണിക്കുന്നത്. And in the positional order, God is at top. ആ ഓർഡറിൽ നമുക്കറിയാം ദൈവമാണ് ഏറ്റവും മുകളിലുള്ളത്. Not to say that God is created, but God is the uncreated being that causes all things to exist. അതിന്റെ അർത്ഥം ദൈവം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നല്ല. നമുക്കറിയാം ദൈവത്തെ ആരും സൃഷ്ടിച്ചല്ല. എന്നാൽ ഈ ഓർഡറിൽ ഏറ്റവും മുകളിലുള്ള ദൈവമാണ്. Who comes next is the angels. അതിന് തൊട്ട് താഴെ വരുന്നത് ദൂതന്മാരാണ്. We read in Hebrews that man is created a little lower than the angels and that angels were created before man was created. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു. So angels come second. രണ്ടാമതായിട്ട് ദൂതന്മാർ വരുന്നു. And then human beings who are created in the image of God. അതിനുശേഷം ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. Then you have the animals and nature itself. അതിനുശേഷം മൃഗങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ നമ്മൾ കാണുന്ന ഈ സൃഷ്ടി പരിപൂർണമായിട്ട് സൃഷ്ടിച്ചു. And that is the positional order of creation. ഇത് സ്ഥാനീയമായിട്ട് നോക്കുമ്പോൾ ഇതാണ് സൃഷ്ടിയുടെ ആ ഓർഡർ. And in the positional order, ഈ സ്ഥാനീയ ക്രമത്തിൽ God the Father and Jesus Christ are equal. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും തുല്യ സ്ഥാനമാണ് അർഹിക്കുന്നത്. In the same way, man and woman are equal. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും തുല്യ സ്ഥാനത്താണ്. Now there is a second order which is the relationship order. രണ്ടാമതായിട്ട് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രമമുണ്ട്. In the relationship order there are roles and authorities. ഈ ബന്ധങ്ങളുടെ ക്രമത്തില് അവിടെ നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഓരോരുത്തർ ചെയ്തു തീർക്കേണ്ട കടമകളും റോളുകളും ഉണ്ട്. And in the relationship order, God is Father and Jesus is the Son. ആ ഓർഡറിൽ വരുമ്പോൾ ബന്ധങ്ങളുടെ ആ ക്രമത്തിൽ നോക്കുമ്പോൾ ദൈവം പിതാവാണ്, യേശുക്രിസ്തു പുത്രനാണ്. And the Son submits to the will of the Father. പുത്രനായ യേശുക്രിസ്തു തന്റെ പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് എപ്പോഴും കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. Not because the Son is inferior to the Father. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവത്തെക്കാൾ താണ ഒരു പദവി എന്നുള്ളത് കൊണ്ടല്ല. But because that's the relational order that God has prescribed. എന്നാൽ ദൈവം സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്ന
ആ ഓർഡറിൽ, ബന്ധങ്ങളുടെ ഓർഡറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. In the same way, even though man and woman are positionally equal, when it comes to relationship order, man is the head and woman must submit to the authority of man. സ്ഥാനക്രമത്തിന്റെ ആ ക്രമീകരണത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ തുല്യമായ പദവിയാണ് ഉള്ളതെങ്കിലും നമ്മൾ ബന്ധങ്ങളുടെ ക്രമത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. അവിടെ പുരുഷനാണ് ആദ്യമായിട്ട് തലയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. That's again not because the woman is inferior. അതിന്റെ അർത്ഥം സ്ത്രീ പുരുഷനേക്കാൾ താണ വ്യക്തി എന്ന് അതുകൊണ്ടല്ല. But that's the relational order that God has prescribed. എന്നാൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ബന്ധങ്ങളുടെ ക്രമത്തിൽ അങ്ങനെയാണ് ആയിരിക്കുന്നത്. We are told the reason why God has prescribed that order. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമം ദൈവം ക്രമീകരിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. I won't go into that, but I'll just give you the reference. That's in 1 Timothy chapter 2 verses 13 to 14. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. And if you read 1 Timothy chapter 2 verses 13 to 14, this is what we read. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്. For Adam was formed first, then Eve, and Adam was not deceived, but the woman being deceived fell into transgression. ആദാമിനെയാണ് ആദ്യമായിട്ട് സൃഷ്ടിച്ച് അതിനുശേഷമാണ് ഹവ്വായെ സൃഷ്ടിച്ച് അതിനുശേഷം എന്താണ് ഹവ്വ അനുസരണക്കേട് കാണിച്ചു. അത് 1 തിമോത്തിയോസ് 2-ന്റെ 13-14 കൊടുത്തിട്ടുണ്ട്. So the reasons are twofold. രണ്ട് കാരണങ്ങളുണ്ട്. One, man was created before woman, so it has to do with the created order. ആദ്യം സൃഷ്ടിച്ചത് പുരുഷനാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമത്തിൽ ആദ്യം വന്നത് പുരുഷനാണ്. Second, Eve was the one was deceived, so it has to do with the idea of protection and safety. പിന്നീട് അവിടെ കൊടുത്തിരിക്കുന്ന ആ ക്രമത്തിൽ രണ്ടാമതാണ് സ്ത്രീയെ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ സംരക്ഷണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And along with this, let me just say this because there's so many arguments about this in the world today. ഈ ലോകത്തില് വളരെയധികം വാഗ്വാദങ്ങളും തർക്കങ്ങളുമുള്ള ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. The idea of woman submitting to man does not take away from the value or the importance of woman. സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം എന്ന ദൈവവചനത്തിന്റെ കൽപ്പന മുഖാന്തരം സ്ത്രീക്ക് പുരുഷന്റെ മുമ്പിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതായിട്ട് ദൈവവചനം പറയുന്നില്ല. If anything, it highlights the importance of women. എന്ന് മാത്രമല്ല, മറിച്ച് സ്ത്രീക്കും പുരുഷനും ഒരേ തുല്യ സ്ഥാനമാണ് എന്നുള്ളത് ദൈവവചനം വീണ്ടും വീണ്ടും ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ്. The Bible places such importance on women that there is a special protection arranged for her under the authority and protection of a man. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണത്തിൽ സ്ത്രീക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. പുരുഷൻ എപ്പോഴും സംരക്ഷിക്കുകയും അതുപോലെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ദൈവം അത്രമാത്രം പ്രാധാന്യം നൽകിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. If we have a precious jewel, let's say if we have a very expensive diamond, we don't just throw that in the drawer somewhere. വളരെ വളരെ വിലയുള്ള ഒരു രത്നം അല്ലെങ്കിൽ ഒരു മോതിരമോ എന്തെങ്കിലും ആയിക്കോട്ടെ അതുണ്ടെങ്കിൽ അതൊരു ഡ്രോ തുറന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നമ്മൾ ഇടാറില്ല. We put it in a nice casing so that jewel is protected and we keep it in a safe place. That's the idea here. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു ബോക്സ് വായിച്ച് ആ ബോക്സിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അതിനെ സൂക്ഷിക്കുന്നത്. അതേ ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So the woman's role in the family as well as in the church is complementary to that of men. പുരുഷൻ ചെയ്യുന്ന പുരുഷന്റെ പങ്കിനെ അതിനെ സഹായിക്കുക, സഹകരിക്കുക, അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീയുടെ റോൾ എന്ന് പറയുന്നത്. It's not the same role as a man, but it's just as important as man's role. ഒരു പുരുഷൻ ചെയ്യുന്ന അതേ റോൾ അല്ലെങ്കിലും ഒരു പുരുഷൻ ചെയ്യുന്ന റോളുമായിട്ട് അതേ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. And this is true for any relationship you take, husband wife, mother father, or even men and women in the assembly. നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, സഭയിലുള്ള ബന്ധങ്ങൾ വരുമ്പോഴും ഇതേ ക്രമമാണ് നമ്മൾ കാണുന്നത്. And in the context of the assembly, men and women are given unique ministries. ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ചില മിനിസ്ട്രീസ് ആണ്. Different ministries, but just as important. വളരെ വ്യത്യസ്തമായ മിനിസ്ട്രിയാണ്. എന്നാൽ അതിൽ ഒരു മിനിസ്ട്രിയാണ് മറ്റേതിനേക്കാൾ ഏറ്റവും ഉയർന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. We'll explore this more next week, but it says men have a vocal ministry, but women have a visual ministry. ഇവിടെ നമ്മൾ അടുത്ത ആഴ്ച കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ സഭയുടെ ബന്ധത്തിൽ വളരെയധികം
സംസാരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു റോളാണ് പുരുഷന് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് നൽകിയിരിക്കുന്നത് വളരെ പ്രകടമായ അനേക കാര്യങ്ങളിൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരു പ്രകടമായ ഒരു മിനിസ്ട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. So when we come together, again going back to that relationship order, when we come together, the relationship order applies. നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ രണ്ട് ഓർഡറുകളിൽ ബന്ധങ്ങളുടെ ആ ക്രമമാണ് നമുക്ക് ഇവിടെ ആപേക്ഷികമായിട്ടുള്ളത്. Again, what does this have to do with the head covering? Let's go back to 1 Corinthians 11. പിന്നെ നിങ്ങൾ ചോദിക്കാം, ഇതും മൂടുപടമായിട്ട് എന്താണ് ബന്ധം? 1 കൊരിന്ത്യർ 11 തിരിച്ചു വരാം. Verse 3. മൂന്നാം വാക്യം. We read, "But I want you to know that the head of every man is Christ, the head of a woman is man, the head of Christ is God." എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Very direct, very clear, very explicit. വളരെ വ്യക്തമായിട്ട്, വളരെ പ്രകടമായിട്ട്, വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. God's prescribed order concerning man is that man's head is Christ, woman's head is man, and Christ's head is God. ദൈവം വളരെ കൃത്യമായിട്ട് ആ ക്രമം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. And to this order we are called to submit. ഈ ഒരു ക്രമത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തണമെന്നാണ് ദൈവവചനം പറയുന്നത്. So when a woman covers her head and a man maintains his head uncovered in the presence of God, they are acknowledging the prescribed order of headship. ദൈവം മുമ്പാകെ അല്ലെങ്കിൽ സഭയിൽ വരുമ്പോൾ സ്ത്രീ മൂടുപടം ഇടുന്നതും പുരുഷൻ മൂടുപടം ഇടാതെ ഇരിക്കുന്നതും ദൈവം നൽകിയിരിക്കുന്ന ആ ക്രമത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. We're going to close in 5 minutes, but I just want to show a couple of slides which I thought would be helpful. I borrowed this from Brother Warren Henderson from his book on head covering. ഹെഡ് കവറിംഗ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വാറൻ ഹെൻഡേഴ്സന്റെ ബുക്കിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 5 മിനിറ്റ് എനിക്ക് തരണേ, അത് ഞാൻ ഇതൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. When a woman covers her head willingly in the presence of God, she acknowledges and declares 3 things. അദ്ദേഹം ഇതാണ് പറയുന്നത്, സഭയിൽ സ്ത്രീ മൂടുപട്ടം ഇടുമ്പോൾ 3 കാര്യങ്ങളാണ് ഈ ലോകത്തോട് സംസാരിക്കുന്നത്. 1, I acknowledge male authority in God's plan and I will not use any means to usurp that authority. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം പുരുഷന് നൽകിയിരിക്കുന്ന ആ അധികാരത്തെ ഞാൻ മാനിക്കുന്നു. 2, I will submit to God by submitting to male authority over me. പുരുഷന്റെ അധികാരത്തിന് ഞാൻ എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ ഞാൻ ദൈവത്തിന്റെ അധികാരത്തിന് ഞാൻ കീഴ്പ്പെടുകയാണ്. Number 3, I will no longer listen to or be deceived by Satan's lie that equality is a thing to be grasped. മൂന്നാമതായിട്ട് താൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പിശാചിന്റെ ഒരു നുണയായിട്ട്, അതായത് എല്ലായ്പ്പോഴും സമത്വം, എപ്പോഴും ലൂസിഫർ സമത്വം ആഗ്രഹിച്ച പോലെ അങ്ങനെ സമത്വത്തിന്റെ പുറകെ ഞാൻ പോകില്ല, ആ ചതിയിൽ ഞാൻ പെടില്ല എന്നാണ്. Also, similarly, when a man maintains his head uncovered, he declares 3 main things. അതുപോലെ തന്നെ ഒരു പുരുഷൻ മൂടുപടം ഇടാതെ ഇരിക്കുമ്പോൾ പറയുന്ന 3 കാര്യങ്ങൾ കൂടെ താൻ പറഞ്ഞിട്ടുണ്ട്. Number 1, I will not rule by my own wisdom or for my own glory and honor, but by seeking God's wisdom and glory in what I do. എന്റെ സ്വന്തം ജ്ഞാനപ്രകാരമോ ബുദ്ധിപ്രകാരമോ ഞാൻ എന്റെ തേജസ്സും മാനവും അല്ല നോക്കുന്നത്, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ മഹത്വമാണ് ഞാൻ നോക്കുന്നത്. Number 2, I will reflect God's righteous authority in the way I lead. രണ്ടാമതായിട്ട് ഞാൻ എങ്ങനെ നയിക്കുന്നു, എന്റെ നേതൃത്വം എപ്പോഴും ദൈവത്തിന്റെ നീതിയുള്ള അധികാരത്തെ പ്രതിബിംബിക്കുന്നതായിരിക്കും. And number 3, I will be self-giving. I will be a self-giving instrument of Christ's love and provision to all those who are under my authority. ആരൊക്കെ എന്റെ അധികാരത്തിന് കീഴിൽ വരുന്നോ അവരുടെ എല്ലാം മുമ്പാകെ ക്രിസ്തു കാണിച്ചതുപോലെ എന്നെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അധികാര രീതിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. So the responsibility applies to both men and women. അതുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുമുണ്ട് പുരുഷന്മാർക്കുമുണ്ട്. And this is a good place for us to close today. ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു സമയത്തേക്ക് വന്നിരിക്കുകയാണ്. Notice that throughout the session I did not make a case that women should be wearing head covering. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് നിശ്ചയമായിട്ടും സ്ത്രീകൾ മൂടുപടം ഇടുന്നുള്ള മെയിൻ പോയിന്റ് അല്ല എനിക്ക് പറയുവാനുള്ളത്. Because I don't want us to
consider this as a rule or a checkbox item. ഇത് നമ്മൾ ചെയ്യേണ്ട, ഞങ്ങളുടെ സഭയിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു നിയമാവലിയായിട്ടോ ചെക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റായിട്ടോ അല്ല ഇതിനെ കാണുന്നത്. It's more than that. It's a practice that's rooted in the very character of God, and I want us to understand that. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അനുസൃതമായ ഒരു ജീവിത രീതിയായിട്ട് ആണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. So to recap, we consider two things. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. God's glory. ദൈവത്തിന്റെ മഹത്വം. God will not tolerate any competing glories. ആ ദൈവത്തിന്റെ മഹത്വമായിട്ട് മത്സരിക്കുന്ന ഒന്നിനെയും ദൈവം സഹിക്കുകയില്ല. And the head covering acknowledges that God's glory will be unchallenged. ആ മൂടുപടം ഇടുന്നത് മുഖാന്തരം, അല്ലെങ്കിൽ മൂടുപടം പുരുഷൻ ഇടാത്ത മുഖാന്തരം ദൈവത്തിന്റെ മഹത്വം അതെന്നേക്കുമായിട്ട് നിലനിർത്തുവാൻ നമുക്കിടയാകും. Number 2, രണ്ടാമത്തെ കാര്യം headship. നമ്മള് ശിരസായിട്ടിരിക്കുന്ന അവസ്ഥ. Head covering acknowledges God's prescribed order of headship. ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന വിവിധ ക്രമങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ ഹെഡ്ഷിപ്പിലൂടെ ചെയ്യുന്നത്. So we'll stop here this week, Lord willing. We will continue with this next week also. ഇതിന്റെ തുടർച്ചയായിട്ട് ദൈവഹിതമായാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ വിഷയം വീണ്ടും ചിന്തിക്കാം. I would request that you all come after reading 1 Corinthians chapter 11. 1 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾ ഈ ആഴ്ച വായിക്കണം. അത് വായിച്ചതിന് ശേഷം അടുത്ത ഞായറാഴ്ച വരണം എന്ന് ഞാൻ It അഭ്യർത്ഥിക്കുന്നു. will be helpful for our study. നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിൽ അത് വളരെ സഹായകരമായിരിക്കും. And may God help us. Maybe sit prayerfully and go through the study prayerfully, that we would be benefited by it. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. May His name be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.